മാന്യസദസ്സിന് വന്ദനം. 1945 ഓഗസ്റ്റ് 6 രാവിലെ ആയിരുന്നു ഹിരോഷിമയിൽ ആദ്യമായി അമേരിക്ക അണുബോംബ് വർഷിച്ചത്. ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട ആറ്റം ബോംബ് 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ വീണത്. അപ്പോൾ തന്നെ ഒരുപാട് പേരുകൾ മരിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം ഫാറ്റ്മാൻ എന്ന മറ്റൊരു അണുബോംബ് ജപ്പാനിലെ നാഗസാകിയിൽ പതിച്ചു. അവിടെയും ഒരുപാട് പേരുകൾ മരിച്ചു. നാഗസാകിയിൽ 3 ദിവസത്തിനു ശേഷം പതിച്ചത് പ്ലൂട്ടോണിയം ബോംബായിരുന്നു. അന്നത്തെ ബോംബ് സ്ഫോടനം യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല. അമേരിക്കയുടെ ഏകാധിപത്യത്തിൻ്റെ മുതലാളിത്ത രാജ്യനേതൃത്വത്തിൻ്റെയും മേൽക്കോയ്മയെ വിളിച്ചോർത്തുന്ന മാരകമായ വെടിക്കെട്ടായിരുന്നു അത്. യുദ്ധത്തിൻ്റെ രൂക്ഷതമറിയാതെ പാവം നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവൻ അണുബോംബ് വർഷം ജപ്പാന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും കറുത്ത അധ്യായമാണ്. ബോംബിന്റെ റേഡിയേഷൻ പിന്നെയും മാസങ്ങളോളം നിലനിന്നു. റേഡിയേഷന്റെ ഫലമായി 1.5 ലക്ഷത്തോളം ആളുകൾ മരിച്ചു. അതിലുമധികം ആളുകൾ അംഗവൈകല്യം സംഭവിച്ചവരുമായി തീർന്നു. അന്യരാജ്യങ്ങളെ ചൂഷണം ചെയ്ത് അവിടുത്തെ വിഭവങ്ങൾ തങ്ങളുടെ വരുതിയിൽ വരുത്താനുള്ള മത്സരബുദ്ധിയായിരുന്ന 1ഉം 2ഉം മഹായുദ്ധങ്ങൾ കലാശിച്ചത്. 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു ചേരയിലും ജർമ്മനി, ഇറ്റലി, ജപ്പാൻ മുതലായ രാജ്യങ്ങൾ മറ്റൊരു ഭാഗത്തുമായിരുന്നു അണിചേർന്നിരുന്നത്. കരയിലും കടലിലും ആകാശത്തുമായി മനുഷ്യരെ അവർ കൊന്നു തള്ളിക്കൊണ്ടിരുന്നു. ശത്രുവിനെ എങ്ങനെയൊക്കെ നേരിടാമോ ആ മാർഗമൊക്കെ അവർ വീറോടെ ഉപയോഗിച്ചു. ജർമ്മനിയും അമേരിക്കയും അണുബോംബുണ്ടാക്കാനുള്ള തീവ്ര ശ്രമം ആരംഭിച്ചു. അമേരിക്കയിലെ മെക്സിക്കോക്ക് സമീപത്ത് വെച്ച് നടത്തിയ പരീക്ഷണത്തിലൂടെ അമേരിക്ക അതിൽ വിജയം കണ്ടെത്തി. 1945 ജൂലൈ മാസത്തിൽ ജപ്പാനിൽ ബോംബിടാനുള്ള കൽപ്പന ഉണ്ടായെങ്കിലും 1945 ഓഗസ്റ്റ് 6 അത് സംഭവിച്ചത്. ഹിരോഷിമയെ പറ്റിയുള്ള ഓരോ ഓർമ്മയും നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനിയും ഒരു യുദ്ധം ഉണ്ടാവരുതേ, വീണ്ടും ഒരു ബോംബ് എങ്ങും വീഴരുതേ എന്നും മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ശാന്തി ലോകം പുലരണേ എന്നും. മനുഷ്യവംശത്തെ തുടച്ചു നീക്കുന്നതിനെതിരെയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഹിരോഷിമ ദിനം. ഭീകരതയും വംശഹത്യയും കൂട്ടക്കൊലപാതകങ്ങളുടെയും അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് ഈ വർഷത്തിലും ഹിരോഷിമ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം വിനാശകാരികളായ ആയുധങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ നശിപ്പിക്കുവാനുള്ള വൻ ശക്തികളുടെ ആഗ്രഹം അവസാനിക്കണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.